നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് കൊടുത്തില്ല, ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് പിടിയിൽ. നെടുമ്പന സ്വദേശി സതീശനാണ് പിടിയിലായത്. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ ചാത്തന്നൂരിൽ പിടിയിൽ. മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് പിടിയിലായത്. വരിഞ്ഞം സുന്ദരൻമുക്ക് സ്വദേശി രാജീവനാണ് കുത്തേറ്റത്. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപ്പറമ്പ് ആലിൻചുവട് റെയിൽവേ ഗേറ്റാണ് അടയ്ക്കാതിരുന്നത്. ട്രാക്കിലേക്ക് കയറിയ വാഹനങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ടതോടെ പിന്നോട്ടെടുക്കുകയായിരുന്നു. സിഗ്നൽ ലഭിച്ചില്ലെന്ന് ഗേറ്റ് കീപ്പർ. വിശദമായ വാർത്തകളിലേക്ക്. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് കൊടുത്തില്ല, ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് പിടിയിൽ. നെടുമ്പന സ്വദേശി സതീശനാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ നെടുമ്പന കളയ്ക്കൽ ശരണ്യ ഭവനിൽ സതീശനെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ 2 കേസുകളിൽ കണ്ണനല്ലൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് ജാമ്യം നിൽക്കാനായി എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്ന ഭാര്യ രമയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ജാമ്യം നിൽക്കാൻ ഭാര്യ വിസമ്മതിച്ചതിനെ തുടർന്ന് പെൺമക്കളുടെ മുന്നിൽ വെച്ച് കരിക്കത്തി ഉപയോഗിച്ച് വയറ്റിൽ കുത്തുകയായിരുന്നു. കുത്തുകൊണ്ട് അബോധാവസ്ഥയിലായ രമയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. SHO ബസന്ത്, SI കൃഷ്ണലാൽ, SI ആശാബിരേഖ, GSI അജയൻ, ജ്യോതിഷ് കുമാർ, രതീഷ് കുമാർ, CPO ഹുസൈൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സതീശനെ വീടിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം കായലിൽ കല്ല് കെട്ടിത്താഴ്ത്തിയ നിലയിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. കനകക്കുന്ന് സ്വദേശി തങ്കമ്മയുടെ മൃതദേഹമാണ് കൈയും കാലും കെട്ടി കല്ലുകൊണ്ട് കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. തങ്കമ്മയെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. കായംകുളം കനകക്കുന്ന് ജെട്ടിക്ക് സമീപമാണ് കായലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ മുതൽ കാണാതായ കണ്ടല്ലൂർ സ്വദേശിനി തങ്കമ്മയുടെ മൃതദേഹമാണ് കായലിൽ താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് കനകക്കുന്ന് ജെട്ടിക്ക് സമീപം നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിലും അഗ്നിരക്ഷാ സേനയിലും വിവരം അറിയിച്ചു. കണ്ടല്ലൂർ സ്വദേശിയായ തങ്കമ്മയെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അന്വേഷണം നടന്നു വരവെയാണ് കായലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപ്പറമ്പ് ആലിൻചുവട് റെയിൽവേ ഗേറ്റാണ് അടയ്ക്കാതിരുന്നത്. ട്രാക്കിലേക്ക് കയറിയ വാഹനങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ടതോടെ പിന്നോട്ടെടുക്കുകയായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചപ്പോഴാണ് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടച്ചത്. സിഗ്നൽ ലഭിച്ചില്ലെന്നാണ് ഗേറ്റ് കീപ്പറുടെ വിശദീകരണം. ഗേറ്റും താത്തിട്ടില്ല, ഒന്നും താത്തിട്ടില്ല. വണ്ടി അവിടെ പിടിച്ചിട്ടോണ്ട് കാര്യമായി. അല്ലല്ല, ഗ്രീൻ സിഗ്നൽ ആയിരുന്നു. ഇപ്പൊ വണ്ടി കയറി പോയാനേ ട്രെയിന്. ഇപ്പൊ ഞങ്ങൾ പോയി വിളിച്ച മൊബൈൽ കണ്ടോണ്ടിരിക്കുന്നു. ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ പറയേണ്ടവരോട് പറഞ്ഞാൽ മതി കേട്ടോ. അതെ, പറയേണ്ടവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപറമ്പ് ആലിൻചുവട് റെയിൽവേ ഗേറ്റാണ് ട്രെയിൻ എത്തിയിട്ടും അടയ്ക്കാതിരുന്നത്. ഈ സമയം നിരവധി വാഹനങ്ങളാണ് ട്രാക്കിലൂടെ കടന്നുപോയത്. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ദൂരെ നിന്നും ട്രെയിൻ വരുന്നത് കണ്ടതോടെ വാഹനങ്ങൾ പിന്നിലേക്ക് എടുത്തതാണ് അപകടം ഒഴിവാകാൻ സഹായിച്ചത്. ഇരുവശത്തു നിന്നും KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ ബഹളം വെച്ചപ്പോഴാണ് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കാൻ തയ്യാറായത്. ഇയാൾ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ സിഗ്നൽ ലഭിച്ചില്ലെന്നാണ് ഗേറ്റ് കീപ്പറുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ഹരിപ്പാട്. പുനലൂരിൽ അജയ് പ്രസാദ് MLA മണ്ഡല പര്യടനത്തിന് തുടക്കമായി. വോട്ടർമാർക്ക് നന്ദി അറിയിച്ചാണ് പര്യടനം നടത്തുന്നത്. അച്ചൻകോവിൽ, റോസ്മല തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ MLAക്ക് സ്വീകരണം നൽകി. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ ഈ വെളുപ്പാറയിലൂടെ പുനലൂർ മണ്ഡലത്തിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ അജയ് പ്രസാദ് MLA വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മണ്ഡല പര്യടനത്തിന് തുടക്കമായി. LDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചത്. മലയോര മേഖലയായ അച്ചൻകോവിലിൽ സ്വീകരണം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരോട് എൻ്റെ നന്ദിയും
എൻ്റെ കടപ്പാടും അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി മൂന്നാമതും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ എന്നെ കൂടി അതിനോടൊപ്പം ചേർക്കണേ എന്നാണ് ഞാൻ ഈ നാട്ടിലെ സമ്പന്നനായകരോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ ആ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിച്ചു, നല്ല ഭൂരിപക്ഷം തന്നു, എന്നെ തെരഞ്ഞെടുത്തു. പക്ഷേ പല കാരണങ്ങളാൽ നമ്മുടെ LDFന്റെ ഗവൺമെന്റ് തുടരാൻ മറ്റുള്ള പല സാഹചര്യങ്ങളോട് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതിപക്ഷ MLA പ്രതിപക്ഷത്തേക്ക്. കേരള കോൺഗ്രസ് ബി സെക്രട്ടറി പ്രസാദ് പി നായർ, സി രാധാകൃഷ്ണപിള്ള, CPI ലോക്കൽ സെക്രട്ടറി അച്ചൻകോവിൽ സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് അംഗം സി രാധാകൃഷ്ണൻ, സാനു ധർമ്മരാജൻ എന്നിവർ പങ്കെടുത്തു. കാരണം നമ്മുടെ പുനലൂർ മണ്ഡലം എന്നും ഒരു ചെങ്കോട്ടയാണെന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് ഒരിക്കലും ഏത് പേമാരിയിലും കൊടുങ്കാറ്റിലും തകരുന്നതല്ല പുനലൂര് മണ്ഡലം എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം തന്നെ എന്നും ചാഞ്ഞു നിൽക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിയായി പുനലൂരിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ശീലമേ ഉള്ളൂ. ആ ശീലം ഒട്ടും മായാതെ മങ്ങാതെ നമ്മുടെ പുനലൂരിൽ നിന്ന് മത്സരിച്ച സഖാവ് അജയപ്രസാദ് സഖാവിനും ഈ വലിയ ഒഴുക്കിൽ UDFന് അനുകൂലമായിട്ട് കേരളമെമ്പാടും ഒരു ഒഴുകി മാറിയ സമയത്തും കൊല്ലം ജില്ലയിൽ പുനലൂർ മണ്ഡലത്തിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉരുക്കുകോട്ടയാണ് പുനലൂർ മണ്ഡലം എന്ന് തെളിയിച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ കഴിയും. റോസ്മലയിൽ നിന്നും ആരംഭിച്ച പരിപാടി ഓലപ്പാറയിൽ സമാപിച്ചു. ചേനഗിരിയിലും അച്ചൻകോവിൽ മൂന്നുമുക്കിലും പര്യടനത്തിന് ആവേശോജ്വലമായ സ്വീകരണം ലഭിച്ചു. കിഴക്കേക്കുഴി ഭാഗം, സെന്റ് ഉന്നതി, ലക്ഷംവീട് ഉന്നതി എന്നിവിടങ്ങളിലെ വോട്ടർമാരെയും നേരിൽ കണ്ട് MLA നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ചയാൾ ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് പിടിയിലായത്. ആക്രമണത്തിൽ വരിഞ്ഞം സുന്ദരമുഖ സ്വദേശി രാജീവിന് പരിക്കേറ്റു. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാത്തന്നൂർ മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് അറസ്റ്റിലായത്. ആക്രമണത്തിൽ വരിഞ്ഞം സുന്ദരൻമുഖ സ്വദേശി രാജീവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. വരിഞ്ഞം സുന്ദരൻമുഖ ബസ് സ്റ്റോപ്പിന് മുന്നിൽ രാജീവും അതുൽ രവിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിൽ പ്രകോപിതനായി അതുൽ കീചെയിനിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് രാജീവിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. തുടർന്ന് ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. രാജീവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാത്തന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. പരിക്കേറ്റ രാജീവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എറണാകുളം പാരിയത്തുകാവ് ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. PKS കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിലായിരുന്നു പ്രതിഷേധം. ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൊല്ലം ബസ്വേയിൽ സമാപിച്ചു. സമരസമിതി നേതാവ് സുശീല സമരം ഉദ്ഘാടനം ചെയ്തു. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിൽ സംഭവിച്ചതുപോലെയാണ് VD സതീശൻ സർക്കാരിന്റെ കാലത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. UDFന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ കാലഘട്ടത്തിലാണ് മുത്തങ്ങയിൽ പോലീസിന്റെ നരനായാട്ടുണ്ടായത്. അതിന് സമാനമായ സാഹചര്യമാണ് പാരിയത്തുകാവ് ഉന്നതിയിൽ ഉണ്ടായത്. ആ പാവങ്ങൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ക്രിമിനലുകളല്ല. ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും പൊതുസ്വത്ത് അപഹരിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ കൊള്ളയടിക്കുകയോ ചെയ്ത വിഭാഗങ്ങളല്ല. സാധുക്കളിൽ സാധുക്കളായ മനുഷ്യർ അന്തിയുറങ്ങാൻ ഇതുവരെയും സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത മനുഷ്യരെയാണ് തല്ലി ഓടിക്കുന്നത്. അതും ഈ കേരളത്തിൽ നമ്മളേറെ അഭിമാനിക്കുന്ന സംസ്ഥാനമാണ് കേരളം.
ആ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും പുരോഗമന മനസ്സുകൾ ഗൗരവതരമായ ചർച്ചകൾക്ക് വിധേയമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്രമാത്രം ധൈര്യം ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് അധികാരികൾക്ക് എങ്ങനെയാണുണ്ടായത്? നിങ്ങൾ നോക്കൂ, 1-2 വർഷമായി അവിടെ ജീവിക്കുന്നവരല്ല, 7 തലമുറകളായി 7 പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്ന മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ 4 തലമുറകൾ ആ മണ്ണിൽ ജീവിച്ചിരിക്കുകയാണ്. പട്ടികജാതി ക്ഷേമസമിതി സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. ശശികുമാർ സ്വാഗതം പറഞ്ഞു. നേതാക്കളായ രാധാകൃഷ്ണൻ, മാരിയപ്പൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSRTC ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കേരളപുരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീഴുകയായിരുന്നു. അപകടത്തിൽ ബസിന് കേടുപാടുകൾ സംഭവിച്ചു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കുണ്ടറ കേരളപുരത്താണ് അപകടമുണ്ടായത്. കേരളപുരം ജംഗ്ഷന് സമീപം സ്വരലയ മ്യൂസിക് സ്കൂളിന് മുന്നിൽ അപകടകരമാംവിധം ഉണങ്ങി നിന്ന മരമാണ് കനത്ത മഴയിൽ കടപുഴകി വീണത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോയ KSRTC ബസിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാൽനട യാത്രികർ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. ബസിന്റെ മേൽക്കൂര തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. സമീപത്ത് സ്കൂളുകളും മറ്റും ഉണ്ടായിരുന്നിട്ടും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. നാട്ടുകാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്തിലും ഹൈവേ അതോറിറ്റിക്കും പലതവണ പരാതി നൽകിയിരുന്നു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. സമീപ പ്രദേശങ്ങളിൽ അപകടകരമായ 50 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ റോഡിന്റെ വശങ്ങളിൽ നിൽപ്പുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന്റെ മറവിൽ തഴത്തോടിന്റെ വശങ്ങൾ നികത്തുന്നു. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാർക്കറ്റിന്റെ കിഴക്കുവശത്താണ് നികത്തൽ ആരംഭിച്ചത്. പൊളിച്ചു നീക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടാണ് തഴത്തോട് നികത്തുന്നത്. തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന മറവിലാണ് തഴത്തോട് നികത്തുന്നത്. തഴത്തോടിന്റെ വശങ്ങളാണ് നികത്തി തുടങ്ങിയത്. കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിൽ മാർക്കറ്റിന് കിഴക്ക് വശത്താണ് നികത്തൽ ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിടം പൊളിച്ചു മാറ്റുന്ന മറവിലാണ് സംഭവം. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടാണ് നിലനികത്തൽ നടക്കുന്നത്. കഞ്ഞേറ്റിക്കായലിലേക്ക് പതിക്കുന്ന തഴത്തോടിന്റെ ഒരു വശവും പഴയ KMML റെയിൽ ട്രാക്കിന്റെ താഴ്ന്ന പ്രദേശവുമാണ് നികത്തൽ ഭീഷണിയിലുള്ളത്. അധികാരികൾ ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കഞ്ചാവ് കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയവർ വീണ്ടും കഞ്ചാവുമായി പിടിയിൽ. അഞ്ചൽ കരുകോൺ ഇരുവേലിക്കലിൽ സ്വദേശികളായ കുൽസം ബേബി, രാജു എന്നിവരെയാണ് അഞ്ചൽ എക്സൈസ് പിടികൂടിയത്. 1.5 കിലോ കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കഞ്ചാവ് കേസിൽ ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയവർ വീണ്ടും കഞ്ചാവുമായി പിടിയിലായി. അഞ്ചൽ കരുകോൺ ഇരുവേലിക്കൽ സ്വദേശികളായ കുൽസം ബേബി, രാജു എന്നിവരെയാണ് അഞ്ചൽ എക്സൈസ് സംഘം പിടികൂടിയത്. ദിവസം ഞാനും പാർട്ടിയും പെട്രോളിംഗ് നടത്തി കരുകോൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ കിട്ടിയ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഞ്ചാവ് ചേർത്തിട്ടുള്ളത്. അവിടെ വെച്ച് ലഭിച്ച രഹസ്യവിവരപ്രകാരം കൊല്ലൂർ താലൂക്കിൽ അലേമൺ വില്ലേജിൽ ഇരുവേലിക്കൽ ദേശത്ത് ചെറുവിള പുത്തൻ വീട്ടിൽ സലീംകുമാർ ഭാര്യ കുൽസം ബീവി 66 വയസ്സ്, സഹായി കുട്ടനാട് മിച്ചഭൂമി 4 സെന്റ് കോളനി സുജാഭവനി ശിവാനന്ദ മകൻ രാജു എന്നിവരെ കുൽസം ബീവി താമസിക്കുന്ന വീട്ടിൽ നിന്ന് 1.53 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയിട്ടുള്ളതാണ്. രണ്ടുപേരെയും സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. കുൽസം ബീവി നേരത്തെ ഈ മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ്. ഇപ്പം നിലവിലൊരു കേസിൽ നിന്ന് ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി 1 മാസം ആകുന്നതേ ഉള്ളൂ. വീണ്ടും കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്നും നമുക്ക് വ്യാപകമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരീക്ഷിച്ചു വരികയായിരുന്നു.
ചെറുപ്പക്കാരായ കുട്ടികളോ ബൈക്കിൽ ആളുകൾ നിരന്തരം കടന്നു പോകുന്നതായിട്ട് നമുക്ക് രഹസ്യവിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന കർശനമാക്കിയപ്പോഴാണ് ഈ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത്. 1.5 കിലോ കഞ്ചാവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ഇരുവരും കഞ്ചാവ് കേസിൽ നിരവധി തവണ അറസ്റ്റിലായിട്ടുള്ളവരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി തുറന്നു. വെള്ളച്ചാട്ടത്തിലെ ജലനിരപ്പ് ഉയർന്നതും സുരക്ഷാ ഭീഷണി നിലനിന്നതും മൂലം അധികൃതർ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ വനംവകുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളോടെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുകയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി വീണ്ടും തുറന്നു നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വെള്ളച്ചാട്ടത്തിലെ ജലനിരപ്പ് ഉയർന്നതും സുരക്ഷാ ഭീഷണി നിലനിന്നിരുന്നതും മൂലം അധികൃതർ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ വനംവകുപ്പ് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുകയായിരുന്നു. വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സന്ദർശകരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. സഞ്ചാരികൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അപകട മേഖലകളിലേക്ക് പ്രവേശിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. മഴ ശക്തമായാൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തെന്മല. സ്വകാര്യ സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. തമിഴ്നാട് സ്വദേശി സെൽവനാണ് പിടിയിലായത്. പുനലൂർ കലയനാട് പ്രവർത്തിക്കുന്ന കുറ്റിയൽ ട്രാവൽസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു മോഷണം. സ്വകാര്യ സ്ഥാപനത്തിന്റെ മേൽക്കൂര പൊളിച്ചിറങ്ങി മൊബൈൽ ഫോണുകളും പണവും മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത്. തമിഴ്നാട് സ്വദേശി സെൽവനാണ് പിടിയിലായത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു മോഷണം നടന്നത്. പുനലൂർ കലയനാട് പ്രവർത്തിക്കുന്ന കുറ്റിയിൽ ട്രാവൽസ് എന്ന സ്ഥാപനത്തിന്റെ ഓഫീസ് മുറിയുടെ ആസ്പെറ്റോസ് മേൽക്കൂര തകർത്ത് അകത്തിറങ്ങിയ മോഷ്ടാവ് 2 മൊബൈൽ ഫോണുകളും 5000-ഓളം രൂപയും മോഷ്ടിക്കുകയായിരുന്നു. കൂടാതെ ഓഫീസിനുള്ളിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകളും മോഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തി. മോഷ്ടാവ് കെട്ടിടത്തിലേക്ക് കയറുന്നതും മോഷണം നടത്തുന്നതും ഉൾപ്പെടെ സ്ഥാപനത്തിലെ CCTV-യിൽ പതിഞ്ഞിരുന്നു. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നതിനിടെ മോഷ്ടിക്കപ്പെട്ട ഒരു മൊബൈൽ ഫോൺ കൊല്ലത്തുള്ള മൊബൈൽ കടയിൽ പ്രതി വിൽക്കുവാനായി ശ്രമിച്ചതായി പുനലൂർ പോലീസിന് വിവരം കിട്ടി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി പുനലൂർ പോലീസ് ബന്ധപ്പെട്ടു. ഇവിടെ നിന്നുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് പ്രതിയെ പുനലൂർ പോലീസിന് കൈമാറി. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് നടന്ന മിക്ക മോഷണ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാൾ ഏറെ നാളുകളായി പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രി ശേഖരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജാമ്യം നിൽക്കാൻ പറ്റുചീട്ട് കൊടുത്തില്ല. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഭർത്താവ് പോലീസ് പിടിയിൽ. നെടുമ്പന സ്വദേശി സതീശനാണ് പിടിയിലായത്. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ നെഞ്ചിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചയാൾ ചാത്തന്നൂരിൽ പിടിയിൽ. മീനാട് സ്വദേശി മൊട്ട വിഷ്ണു എന്ന് വിളിക്കുന്ന അതുൽ രവിയാണ് പിടിയിലായത്. വരിഞ്ഞം സുന്ദരൻമുക്ക് സ്വദേശി രാജീവനാണ് കുത്തേറ്റത്. ട്രെയിൻ എത്തിയിട്ടും റെയിൽവേ ഗേറ്റ് അടച്ചില്ല. ഹരിപ്പാട് ആയാപ്പറമ്പ് ആലിൻചുവട് റെയിൽവേ ഗേറ്റാണ് അടയ്ക്കാതിരുന്നത്. ട്രാക്കിലേക്ക് കയറിയ വാഹനങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ടതോടെ പിന്നോട്ടെടുക്കുകയായിരുന്നു. സിഗ്നൽ ലഭിച്ചില്ലെന്ന് ഗേറ്റ് കീപ്പർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.